ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ താങ്കൾ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കെ മുരളീധരൻ്റെ ഒരു പ്രതികരണം നമ്മൾ കേൾപ്പിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ വിഷമത്തോടുകൂടി ഒരു പാർട്ടി പരിപാടിയിൽ നിന്ന് പറഞ്ഞതാണ്, എന്നെ ഒരു നട്ടും ബോൾട്ടും ഇല്ലാത്തൊരു വണ്ടിയിൽ കയറ്റി വിട്ടു, തൃശ്ശൂർ കൊണ്ടുചെന്ന് ഇറക്കി. ഈ വോട്ട് മുഴുവൻ 86,000 വോട്ട് മുഴുവൻ പോയത് BJP-യിലേക്ക് പോയത് വിദ്വാൻമാരാണെന്ന് അറിഞ്ഞില്ല. ഏതായാലും തൃശ്ശൂർ എനിക്കിനി വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഉയർന്ന പ്രശ്നം, മുരളീധരൻ എന്ന് പറയുന്ന വലിയ മുതിർന്ന നേതാവ് ഇത് പരസ്യമായി തന്നെ പറയുമ്പോൾ കോൺഗ്രസ് ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടുന്നില്ല. പുറത്തുവിട്ടാൽ പ്രതിസ്ഥാനത്താകുന്ന നേതൃത്വം തന്നെയാണെന്ന് കൂടിയാണ് മുരളീധരൻ പറഞ്ഞു വെച്ചത്. ശ്രീ എൻ ശ്രീകുമാർ, അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പാർട്ടിയില് കോൺഗ്രസ് സംഘടനയില് രണ്ടു തരത്തിലുള്ള അന്വേഷണങ്ങളുണ്ട്. ഇത് പാർട്ടിയുടെ ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടാണ്. അതായത് ഇത് പബ്ലിക്കിന് വേണ്ടിയുള്ള റിപ്പോർട്ടല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. KPCC നിയോഗിച്ച 3 പേര്, ഡോക്ടർ ശ്രീ KC ജോസഫ് MLA, സിദ്ദിഖ് MLA, INTC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, ഈ 3 പേര് തൃശ്ശൂർ വന്നിട്ട് എന്താണ് തൃശ്ശൂർ സംഭവിച്ചത് അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ നടത്തിയ അന്വേഷണമാണ്. അത് പാർട്ടി പുറത്തുവിടാനുള്ള റിപ്പോർട്ട് അല്ലത്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ സാങ്കേതികമായി നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം, വലിയ അപകടകരമായ നിലപാട് ഈ കോൺഗ്രസ് എടുത്തു. ആർജവമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ ഞങ്ങളുടെ ഈ നിലപാട്, ഞങ്ങൾ അന്ന് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ പറ്റിയത് ഇങ്ങനെയാണ്, ഈ വോട്ട് ഇങ്ങനെയാണ് പോയത്, ഇന്ന ആളുകളാണ് കുറ്റക്കാർ എന്ന് പറയുന്നതിനൊരു ബാധ്യത, അങ്ങനെ ആ ഒരു കർമ്മമെങ്കിലും കൃത്യമായി ഈ കോൺഗ്രസ് നിർവഹിക്കേണ്ടതല്ലേ? ആ നേതൃത്വം അതിന് നേതൃത്വം കൊടുക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ സുഹൃത്തെ? അതായത് ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നുമില്ല, പക്ഷെ ഞാൻ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അറിയുന്നതുകൊണ്ട് പറയാണ്, ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് KPCCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അത് ഈ ഓണക്കാലത്താണ് കൊടുത്തത്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് പുറമേക്ക് പ്രസിദ്ധീകരിക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ താങ്കൾ. പുറമേക്ക് പ്രസിദ്ധീകരിക്കാനുള്ളതല്ല, പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ലത്. അത് പാർട്ടി അത് മനസ്സിലാക്കിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സംവിധാനം ഇങ്ങനെ എന്തുകൊണ്ട് ഇവിടെ തൃശ്ശൂരിൽ പരാജയപ്പെട്ടു, മുരളീധരൻ പറയുന്നുണ്ട്, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ തോൽവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ KPCC ഇനി ഒരു ഉന്നതാധികാര സമിതി പരിശോധിക്കണം. ഉന്നതാധികാര സമിതി എന്ന് വെച്ചാൽ അത് പാർട്ടിയിലെ ഉന്നതാധികാര സമിതി എന്ന് വെച്ചാൽ അത് 4 പേരാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാല്, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, ഈ 4 പേരും കൂടി ചേർന്ന് നിന്നത് പരിശോധിച്ചതിന് ശേഷമാണ് നടപടി എടുക്കുക. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഓണക്കാലത്താണ്. എന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പെങ്ങാണ്ടാണ് കൊടുത്തത്. അതിനുശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയും ഓണക്കാല കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യമല്ലേ. അതിനുശേഷം അവരിരുന്നിട്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കും, ഒരു നടപടി ഉണ്ടാകും. ആ നടപടി പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് അത് പബ്ലിക്കിനെ ഈ അന്വേഷണ റിപ്പോർട്ട് കാണിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. നടപടിയും തീരുമാനവും ഉണ്ടാകും. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതിനകത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള നടപടി കൈക്കൊള്ളുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നേക്ക് മാത്രം നിലപാടെടുത്താൽ മതിയോ? വലിയൊരു പ്രതിസന്ധി ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നേരിടുകയാണ്. അതിലെ ഏറ്റവും വലിയ ആരോപണം, നിങ്ങളുടെ വോട്ടുകളെല്ലാം, കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം BJP-യിലേക്ക് പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കോൺഗ്രസിൽ ഏത് നേതാക്കൾ BJP-യിൽ ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രശ്നം ചോദ്യത്തോടെ നിലനിൽക്കുകയാണ്. അപ്പോൾ താങ്കൾ ഇങ്ങനെ ലാഘവത്തോടെ പറഞ്ഞു പോകുന്നതിനെ കുറിച്ച് എനിക്കും ചില സംശയങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതായത് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പില് ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുക. അല്ലാണ്ട് CPM-ന് തന്നെ ഇപ്പൊ ഈ കാര്യങ്ങൾക്കൊന്നും നടപടിയെടുക്കാൻ കൃത്യമായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. രാഷ്ട്രീയ സാഹചര്യം പഴയ പോലൊന്നുമല്ല, മാറിപ്പോയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുത്തപടി ഒരു നടപടിയൊന്നും ഉണ്ടാവില്ല. ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തിരുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. അത് ആ തിരുത്തുമ്പം അതിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് തോറ്റത് എന്ന് അന്വേഷിക്കാനാണ് ഈ കമ്മിറ്റി വെച്ചത്. അത് ആദ്യം മനസ്സിലാക്കുക, അല്ലാണ്ട് അച്ചടക്ക നടപടി എടുക്കാനേ അല്ല. താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കാരണം കോൺഗ്രസ് പാർട്ടിയാണ് ഇതിങ്ങനെയൊക്കെ തന്നെ മതി എന്നുള്ള ധ്വനി കൂടി താങ്കൾ പറഞ്ഞിട്ടുണ്ട്.